यात्रीगण कृपया ध्यान दें। നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തായിട്ട് ഇന്ത്യൻ റെയിൽവേ മ്യൂസിയങ്ങൾ ഉണ്ടാക്കി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത്തരം മ്യൂസിയങ്ങളിൽ മുൻനിരയിലുള്ള മൈസൂരിലെ റെയിൽവേ മ്യൂസിയത്തിന്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ വൈകുന്നേരം 6 വരെ പ്രവേശനമുണ്ടാവും. പ്രവേശനം സൗജന്യമല്ല, എൻട്രി ടിക്കറ്റ് ഉണ്ട്. കുട്ടികൾക്ക് 20 രൂപയും മുതിർന്നവർക്ക് 50 രൂപയുമാണ് ടിക്കറ്റിന്റെ റേറ്റ്. ഇത് സ്ഥാപിച്ചത് 1979-ലാണ്. ഇവിടെ പഴയ ഫോട്ടോകൾ, ഇന്ത്യൻ റെയിൽവേയുടെ വികസനത്തിന്റെ പല ഘട്ടങ്ങളിലും ഉപയോഗിച്ച ഉപകരണങ്ങൾ, വിന്റേജ് ലോക്കോമോട്ടീവ്സ്, അതിൽ തന്നെ സ്റ്റീം എഞ്ചിനുകളും ഡീസൽ എഞ്ചിനുമുണ്ട്. കോച്ചുകൾ, വാഗണുകളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് മഹാറാണി സലൂൺ. 1899 മൈസൂർ രാജകുടുംബത്തിലെ മഹാറാണിക്ക് വേണ്ടി നിർമ്മിച്ച റോയൽ കോച്ചാണ്. അതിനൊപ്പം ഉപയോഗിച്ചിരുന്ന 1914 പണിത ഡൈനിങ് സലൂണും ഇതിനോട് ചേർന്ന് തന്നെയുണ്ട്. പഴയകാല റെയിൽവേ സ്റ്റേഷന്റെ ഒരു മോഡലും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മോഡൽ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള കാഴ്ചകളാണിത്. ഇതാണ് റെയിൽവേ ടേൺ ടേബിൾ. റെയിൽവേ എഞ്ചിനുകൾ തിരിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു മെക്കാനിസമാണ്. എഞ്ചിൻ ആ പിറ്റിനുള്ളിലെ റൊട്ടേറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ കയറ്റി അത് തിരിച്ചിട്ടാണ് ഡയറക്ഷൻ മാറ്റുന്നത്. ഇവിടെയുള്ള ഏറ്റവും പഴയ സ്റ്റീം എഞ്ചിനാണിത്. 1900-ലാണിത് നിർമ്മിക്കുന്നത്. ഇതിൽ തടിയാണ് ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഓസ്റ്റിൻ റെയിൽവേ കാറാണിത്. 1925 മോഡലാണ്. ശരിയായിട്ട് റോഡിൽ ഡ്രൈവ് ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ച കാറാണ്. പിന്നീട് റെയിൽ കാറായി കൺവേർട്ട് ചെയ്തെടുക്കുകയായിരുന്നു. റെയിൽവേ ഉദ്യോഗസ്ഥർ ട്രാക്ക് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ഒരു ടോയ് ട്രെയിൻ ഉണ്ട്, കാണുന്നതാണ്. അതിൽ കയറി വിസിറ്റേഴ്സിന് ഒന്ന് റൗണ്ട് അടിച്ചു വരാനുള്ള സൗകര്യമുണ്ട്. ഒരു പഴയ സ്റ്റീം വാട്ടർ പമ്പും ഇവിടെയുണ്ട്, കാണുന്നതാണ്. 1932-ലാണിത് നിർമ്മിച്ചത്.